ഡിജിറ്റൽ സാങ്കേതികവിദ്യ മാനവരാശിയുടെ ദൈനംദിന ജീവിതത്തെയും ബിസിനസ് ഇടപാടുകളെയും എളുപ്പമാക്കിയെങ്കിലും അതിന്റെ മറുപുറത്ത് വലിയ ഭീഷണിയായി വളരുകയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ. ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ രീതി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. തട്ടിപ്പുകാർ ഇപ്പോൾ കേവലം പണം തട്ടുക മാത്രമല്ല ചെയ്യുന്നത്, പകരം വിശ്വസനീയമായ സർക്കാർ സംവിധാനങ്ങളുടെയും പ്രമുഖ സ്ഥാപനങ്ങളുടെയും പേരുകൾ ദുരുപയോഗം ചെയ്താണ് ജനങ്ങളെ കെണിയിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി അബുദാബി കസ്റ്റംസിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. അബുദാബി കസ്റ്റംസിന്റെ ഔദ്യോഗിക പ്രതിനിധികളെന്ന വ്യാജേന ഇമെയിലുകളും വാട്സാപ്പ് SMS സന്ദേശങ്ങളും അയച്ച് ആളുകളെ പറ്റിക്കുന്ന സംഘങ്ങൾ സജീവമായിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ അടയ്ക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ ചരക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നോ അല്ലാത്ത പക്ഷം വൻതുക പിഴ നൽകേണ്ടി വരുമെന്നോ ബോധ്യപ്പെടുത്തുന്ന ഔദ്യോഗിക ഭാഷയിലുള്ള സന്ദേശങ്ങളാണ് തട്ടിപ്പുകാർ അയക്കുന്നത്. സന്ദേശത്തോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് ഡേറ്റകളും ചോർത്തപ്പെടുകയും മിനിറ്റുകൾക്കകം അക്കൗണ്ടിലെ പണം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരം വ്യാജ സന്ദേശങ്ങളോട് യാതൊരു കാരണവശാലും പ്രതികരിക്കരുതെന്നും സംശയങ്ങളുള്ള പക്ഷം ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് ബന്ധപ്പെടണമെന്നും അബുദാബി കസ്റ്റംസ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കസ്റ്റംസ് തട്ടിപ്പുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിലൂടെ പടരുന്ന വ്യാജ പരസ്യങ്ങളും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വളരെ കുറഞ്ഞ മാസത്തവണകളിൽ ഏറ്റവും പുതിയ ഐഫോണുകളും പ്രീമിയം സ്മാർട്ട് ഫോണുകളും സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള ആകർഷകമായ പരസ്യങ്ങൾ UAE-യിൽ വ്യാപകമാണ്. ഇത്തരത്തിൽ ആരെയും കൊതിപ്പിക്കുന്ന ഓഫറുകൾ മുന്നോട്ട് വെച്ച് ഉപയോക്താക്കളെ ആകർഷിക്കുകയും പിന്നീട് ഫോൺ ബുക്ക് ചെയ്യാനെന്ന പേരിൽ ബാങ്കിംഗ് വിവരങ്ങളും ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് വിശദാംശങ്ങളും വൺ ടൈം പാസ്വേഡും തട്ടിയെടുക്കുകയുമാണ് തട്ടിപ്പുകാരുടെ പ്രധാന തന്ത്രം. ഈ വിഷയത്തിൽ UAE ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ പരസ്യം കാണുമ്പോൾ ആ സ്ഥാപനം അംഗീകൃതമാണോ എന്ന് ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്. മൊബൈൽ ഫോണുകളോ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ വാങ്ങുമ്പോൾ ഔദ്യോഗിക സ്റ്റോറുകളെയും ലൈസൻസ് ഉള്ള വിൽപ്പനക്കാരെയും മാത്രം ആശ്രയിക്കുക. അല്ലാത്തപക്ഷം ആൾമാറാട്ടം നടത്തി നിർമ്മിച്ചിരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇന്നത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ പഴയതുപോലെ വെറുമൊരു ടെക്സ്റ്റ് മെസ്സേജോ ഫിഷിംഗ് ലിങ്കിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ കടന്നുവരവോടെ തട്ടിപ്പിന്റെ സ്വഭാവം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ, വോയിസ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യ വഴി തയ്യാറാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ, തത്സമയ വീഡിയോ കോളുകൾ എന്നിവ ഉപയോഗിച്ച് ആളുകളെ പൂർണ്ണമായും വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഉറ്റബന്ധുക്കളുടെയോ ശബ്ദത്തിലും രൂപത്തിലും വരെ വ്യാജ സന്ദേശങ്ങൾ സൃഷ്ടിക്കാൻ തട്ടിപ്പുകാർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിന് അടിവരയിടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതോ കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാകണമില്ലെന്നും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അതത് രാജ്യങ്ങളിലെ പോലീസും സുരക്ഷാ ഏജൻസികളും വ്യക്തമാക്കുന്നു. ബഹ്റൈനിൽ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ആളുകളെ നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ഒരു സർക്കാർ സ്ഥാപനവും ജീവനക്കാരെ നേരിട്ടയച്ചോ അല്ലാതെയോ പണം പിരിക്കാറില്ലെന്ന് ബഹ്റൈൻ പോലീസ് മീഡിയ സെന്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവിധ ഔദ്യോഗിക പേയ്മെന്റുകളും അംഗീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഡെസിഗ്നേറ്റഡ് ഗവൺമെന്റ് ഓഫീസുകളിലൂടെയോ മാത്രമേ നടപ്പിലാക്കാവൂ. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയവും സമാനമായ തരത്തിൽ കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലുകളോട് തന്മയത്വത്തോടെ സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് ബിസിനസ്സുകാരുടെയും വ്യക്തികളുടെയും ഡേറ്റ ചോർത്താൻ സൈബർ ക്രിമിനലുകൾ ശ്രമിക്കുന്നുണ്ട്. സെർച്ച് എഞ്ചിനുകളിൽ തെളിഞ്ഞു വരുന്ന ആദ്യ ലിങ്കുകളിൽ പോലും ഇത്തരം തട്ടിപ്പ് സൈറ്റുകൾ ഉണ്ടാകാം. അതിനാൽ മന്ത്രാലയങ്ങളുടെയോ ബാങ്കുകളുടെയോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വെബ് വിലാസം കൃത്യമായി പരിശോധിക്കുകയും www.moci.gov.qa അല്ലെങ്കിൽ investor.sw.gov.qa തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വ്യാജ അക്കൗണ്ടുകളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും സുരക്ഷാ ഏജൻസികൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദുബായ് പോലീസ് നടത്തിയ ശക്തമായ നിരീക്ഷണങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ രണ്ടാം പാദത്തിൽ മാത്രം 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് അടച്ചുപൂട്ടിയത്. അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്രൈം ഡേറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും തടയാനുമുള്ള സംവിധാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികൾക്ക് കീഴിലുണ്ട്. എങ്കിലും കുറ്റവാളികളുടെ പുതിയ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോക്താക്കളുടെ ജാഗ്രത തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ ഏതാനും മുൻകരുതലുകൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. അപരിചിതമായ സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ബാങ്കിംഗ് വിവരങ്ങൾ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറുകൾ, പിൻ നമ്പറുകൾ, പ്രത്യേകിച്ച് OTP എന്നിവ ആരോടും പങ്കുവെക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. കസ്റ്റംസ്, പോലീസ് അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നവകാശപ്പെട്ട് സന്ദേശങ്ങൾ ലഭിച്ചാൽ അവരുടെ ഔദ്യോഗിക ആപ്പുകൾ വഴിയോ കസ്റ്റമർ കെയർ നമ്പറുകൾ വഴിയോ മാത്രം വിവരങ്ങൾ സ്ഥിരീകരിക്കുക. അടിയന്തരമായി പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി
ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഓഫറുകൾ നൽകുകയോ ചെയ്യുന്ന സന്ദേശങ്ങൾ കണ്ടാൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാവുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ അതത് രാജ്യങ്ങളിലെ സുരക്ഷാ ആപ്പുകൾ വഴിയോ സൈബർ പോലീസ് ഹോട്ട്ലൈൻ നമ്പറുകളിലൂടെയോ ഉടൻ തന്നെ വിവരം അറിയിക്കുക. ബഹ്റൈനിൽ മൈഗവ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ 992 എന്ന ഹോട്ട്ലൈൻ വഴിയോ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്യാം. UAE ദുബായ് പോലീസിന്റെ ക്രൈം പോർട്ടലോ അല്ലെങ്കിൽ അബുദാബി പോലീസിന്റെ അമാൻ സേവനമോ ഇതിനായി ഉപയോഗപ്പെടുത്താം. സാങ്കേതികവിദ്യ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഡിജിറ്റൽ ലോകത്ത് പെരുമാറുക എന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം. ഓർക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് വർഷങ്ങളുടെ അധ്വാന ഫലമാണ് ഒറ്റ നിമിഷത്തിൽ ഇല്ലാതെയാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.